ഞാനൊരു കാര്യം ചോദിച്ചാൽ സുധേച്ചിക്ക് വിഷമാവോ? ഗൗരി ഒരല്പം മടിയോടെയാണ് അത് ചോദിച്ചത്. നീ ചോദിക്ക്. അവൾക്ക് അഭിമുഖമായി കിടന്ന് സുദർശന അവളുടെ ചോദ്യത്തിന് കാതോർത്തു. അത് ചോദ്യം ഇഷ്ടായില്ലാച്ചാൽ മറുപടി പറയണ്ടാട്ടോ. കുറച്ചു നാളായുള്ള സംശയമാണ്. സുദർശനയുടെ മുഖഭാവം ശ്രദ്ധിച്ച് ഗൗരി പറഞ്ഞു. നീട്ടി വലിക്കാതെ ചോദിക്കു പെണ്ണേ, ഉറക്കം വരുന്നു. അവളുടെ തലയ്ക്കൊരു തട്ടുകൊടുത്ത് സുധ പറഞ്ഞു. ചേച്ചി എന്താ കല്യാണം കഴിക്കാത്തേ? ജാതക പ്രശ്നമാണോ അതോ? പകുതിയിൽ അവൾ നിർത്തി. ഇതാണോ വലിയ കാര്യം? ഉറങ്ങാൻ നോക്ക്. സെക്കൻഡ് ഷോ കഴിഞ്ഞ് വന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ വേറൊന്നും കിട്ടിയില്ല നിനക്ക്. നാളെ ജോലിക്ക് പോകണ്ടേ? കഥ പറഞ്ഞിരുന്നാൽ നേരത്തിന് എണീക്കില്ല. പുതപ്പ് വലിച്ചിട്ട് അവൾ ബെഡ് ലൈറ്റ് ഓഫാക്കി തിരിഞ്ഞു കിടന്നു. ചോദിക്കണ്ടായിരുന്നു എന്ന് ഗൗരിക്ക് തോന്നി. അല്ലേലും നാവിൽ വേണ്ടാത്ത ചോദ്യങ്ങളെ വരൂ. സ്വയം കുറ്റപ്പെടുത്തി അവളും പുതപ്പ് നേരെയാക്കി ഉറങ്ങാൻ കിടന്നു. ഗൗരിയും സുദർശന എന്ന സുധയും. കൊച്ചിയിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ മാനേജറാണ് സുദർശന. 10 വർഷമായി ഒരേ കമ്പനിയിൽ. അവിടെ HR ഡിപ്പാർട്ട്മെൻറ്റിൽ പുതുതായി ജോയിൻ ചെയ്തതാണ് ഗൗരി. വീട്ടിൽ നിന്നും മാറി നിൽക്കുന്നത് ആദ്യമായിട്ടാണ്. ആയതിനാൽ അവൾക്ക് ഹോസ്റ്റലും അവിടുത്തെ ഭക്ഷണ രീതികളും അഡ്ജസ്റ്റ് ചെയ്യാൻ വല്ലാത്ത ബുദ്ധിമുട്ടായി. ആ സമയത്താണ് സുദർശനയുടെ കൂടെ റെന്റ് ഷെയർ ചെയ്ത് നിന്നിരുന്ന പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് അവിടെ നിന്ന് മാറിപ്പോയത്. ഇവളുടെ ബുദ്ധിമുട്ട് കണ്ട സുദർശന ഗൗരിയെ കൂടെ കൂട്ടി. ദിവസങ്ങൾക്കുള്ളിൽ രണ്ടുപേരും തമ്മിൽ കൂടപ്പിറപ്പുകളെപ്പോലെ അത്ര അടുത്തിരുന്നു. ഗൗരിക്ക് വീട്ടിൽ അമ്മയും അച്ഛനും അനിയനുമാണുള്ളത്. സുദർശനയുടെ വീട്ടിൽ അമ്മയും ചേട്ടനും ചേട്ടൻ്റെ കുടുംബവും ഉണ്ട്. എല്ലാം സംസാരിക്കുമെങ്കിലും ജീവിതത്തിൽ ഒറ്റയ്ക്ക് തുടരുന്നതിനെപ്പറ്റി സംസാരിക്കാൻ സുദർശന ഇഷ്ടപ്പെട്ടില്ല. അന്നത്തേതിനു ശേഷം ഗൗരി പിന്നെ ചോദിച്ചതുമില്ല. ഡീ, നീ ഈ ആഴ്ച എൻ്റെ കൂടെ നാട്ടിലേക്ക് വരുന്നോ? അവിടെ ഉത്സവം കൊടിയേറിയേക്കാം. ഈ ആഴ്ച അവിടെ കൂടാൻ നമുക്ക്. കുറച്ച് നാളുകൾക്ക് ശേഷം ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സുധ പറഞ്ഞു. ഞാൻ വീട്ടിലൊന്ന് ചോദിക്കട്ടെ, എന്നിട്ട് പറയാം ചേച്ചി. ഞാൻ വരാൻ പറഞ്ഞത് പറ, വേണേൽ ഞാൻ സംസാരിക്കാം. ഹേയ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ചേച്ചിയുടെ കൂടെയാണെന്ന് പറഞ്ഞാൽ അച്ഛൻ സമ്മതിക്കും. അങ്ങനെ അച്ഛൻ്റെ സമ്മതവും വാങ്ങി ആ ആഴ്ച ഗൗരി സുധയുടെ കൂടെ നാട്ടിലേക്ക് പുറപ്പെട്ടു. ഞായറാഴ്ചയ്ക്ക് പുറമെ ഒരു ദിവസം കൂടി ലീവ് എടുത്താണ് രണ്ടുപേരും പോകുന്നത്. സുധ പറഞ്ഞു കേട്ട അവളുടെ നാട് യാത്രയിലുടനീളം ഗൗരി ആസ്വദിച്ചു. അവളുടെ വീട് ഇത്രയും ഉൾപ്രദേശമല്ല. കൊച്ചിയുടെ തിരക്കുകളില്ലെങ്കിലും കാവും കുളവും നട്ടുച്ചയ്ക്ക് പോലും ഇരുട്ട് പടർന്ന വഴികളും അത്രയ്ക്ക് പരിചിതമല്ല അവൾക്ക്. 2 സൈഡും പാടവും അതിന് നടുവിലൂടെയുള്ള വഴിയും കടന്ന് അമ്പലത്തിന് മുന്നിലൂടെ അവർ മുന്നോട്ട് പോയി. ദേ, ആ അടുത്ത പോസ്റ്റിൻ്റെ അവിടെ. ഓട്ടോക്കാരന് വണ്ടി നിർത്തേണ്ട സ്ഥലം പറഞ്ഞുകൊടുത്ത് അവൾ സ്ഥലം ആയെന്ന മട്ടിൽ ഗൗരിയെ നോക്കി. വണ്ടി നിർത്തിയത് ഒരു പഴയ ഇരുമ്പ് ഗേറ്റിൻ്റെ മുന്നിലാണ്. ഗേറ്റിൻ്റെ മുകളിൽ സുദർശന നിലയമെന്ന് പഴയ രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഗേറ്റ് തുറന്ന് വിശാലമായൊരു മുറ്റത്തേക്ക് ഗൗരിയെ സുധ ആനയിച്ചു. ചെത്തിയൊരുക്കിയ ഭംഗിയുള്ള ആ മുറ്റത്ത് വലിയൊരു മാവും അതിൽ പടർന്നു കയറിയ മുല്ലയും, അതിനപ്പുറത്ത് ചെത്തിയും മന്ദാരവും നമ്പ്യാർവട്ടവും ചെമ്പരത്തിയും അങ്ങനെ നാടൻ ചെടികൾ കൊണ്ട് നിറഞ്ഞു നിന്നിരുന്നു. മുറ്റത്തെ തുളസിത്തറയും ആ പഴയ രീതിയിൽ തട്ടിട്ട് ഓടുമേഞ്ഞ വീടിന് ഐശ്വര്യം കൂട്ടി. നീ എന്തി വൈകി? ഉച്ചയ്ക്ക് ഊണിന് മുന്നേ എത്തുമെന്ന് കരുതി ഞാൻ കുറേ കാത്തു. അവരെ കണ്ട് അകത്തു നിന്നും ഓടി വന്ന അമ്മ മകളോട് പരിഭവം പറഞ്ഞു. മുണ്ട് നേരിയത് കൊടുത്ത് പകുതിയും നരച്ച മുടിയൊതുക്കി കെട്ടിവെച്ച് പ്രസരിപ്പുള്ള ഒരമ്മ. സുധ വയസ്സായാൽ ഇതുപോലെ ആകുമെന്ന് ഗൗരി മനസ്സിലോർത്തു. അങ്ങനെ തന്നെ കരുതിയേ. നമ്മുടെ ഇന്ത്യൻ റെയിൽവേ അല്ലേ, നേരത്തിനെത്തണ്ടേ? ബാഗ് അമ്മയെ ഏൽപ്പിച്ച് സുധ പറഞ്ഞു. ഗൗരിയല്ലേ? സുധ പറഞ്ഞു. അറിയാം, വാമോള്. ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലല്ലോ. കാപ്പിയുടെ നേരമായി. ഗൗരിയുടെ കൂടെ ബാഗും അവളുടെ കയ്യിൽ നിന്നും നിർബന്ധിച്ച് വാങ്ങുന്നതിനിടയിൽ അമ്മ പറഞ്ഞു. ഞങ്ങൾ വഴിക്ക് വിശന്നപ്പോൾ കഴിച്ചു അമ്മേ. തിരക്കില്ല, കാപ്പി മതി. അമ്മയുടെ വെപ്രാളം കണ്ട് സുധയ്ക്ക് ചിരി വന്നു. ലേഖ ഇത്രയും നേരം കാത്തു. നീ വന്നിട്ട് പുറത്തേക്ക് പോവാന്ന് പറഞ്ഞു. കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാനും മറ്റും നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞല്ലോ. അകത്തേക്ക് നടക്കുന്നതിനിടയിൽ അമ്മ പറഞ്ഞു. സുധയുടെ ഏട്ടൻ സുശാന്തിൻ്റെ ഭാര്യയാണ് ലേഖ. ചെറുപ്പം മുതലേ ഒന്നിച്ച് കളിച്ചു വളർന്നവർ. അവിടെ അടുത്ത് തന്നെയാണ് ലേഖയുടെ വീട്. ലേഖയ്ക്കും സുശാന്തിനും 2 മക്കൾ, ഒരാണും ഒരു പെണ്ണും. ഫോൺ ഓഫായിപ്പോയമ്മേ. ട്രെയിനിൽ നല്ല തിരക്കായിരുന്നു, കുത്തിയിടാൻ പറ്റിയില്ല. ഇന്നലെ രാത്രി ചാർജ് ചെയ്യാൻ മറന്നു. ബാഗിൽ നിന്നും ഫോൺ എടുത്ത് നോക്കി സുധ പറഞ്ഞു. ഡ്രസ്സ് മാറി കൈയും കാലും മുഖവും കഴുകി രണ്ടുപേരും അമ്മ ഉണ്ടാക്കിയ കാപ്പിയും ഇലയടയും കഴിച്ചു. വീടൊക്കെ കണ്ട് തൊടിയിലേക്ക് ഇറങ്ങി. ഗൗരിക്ക് അവിടം വല്ലാതെ ഇഷ്ടപ്പെട്ടു. നഗരത്തിൻ്റെ തിരക്കുകളിൽ കിട്ടാത്ത വല്ലാത്തൊരു എനർജി അവിടെ മാകെ നിറഞ്ഞു നിൽപ്പുണ്ട്. അപ്പച്ചി! 2 കുരുന്നുകൾ ഓടി വന്ന് സുധയെ വട്ടം പിടിച്ചു. വന്നിട്ട് കുറേ ആയോ? അവർക്ക് പിന്നാലെ ലേഖ വന്ന് അവരോട് ചോദിച്ചു. ഇല്ലടി, വന്നു, കാപ്പി കുടിച്ചു, ദേ മുറ്റത്തേക്കിറങ്ങി.
ഏട്ടത്തിയാണേലും ചെറുപ്പം മുതൽ അങ്ങനെ വിളിച്ച് ശീലിച്ചതുകൊണ്ട് രണ്ടുപേരും പരസ്പരം അങ്ങനെ തന്നെയാണ് ഇപ്പോഴും വിളിക്കുന്നത്. സുധയെന്നാൽ ജീവനാണ് ഏട്ടനും ലേഖയ്ക്കും. ആകെ ഒരു കാര്യത്തിൽ മാത്രമേ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളൂ, സുധ തനിച്ചു മുന്നോട്ട് പോകുന്നതിൽ. എല്ലാം അറിഞ്ഞിട്ടും ഏട്ടൻ എന്നെ നിർബന്ധിക്കുന്നത് കഷ്ടാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് നല്ലൊരു ആലോചന വന്നിട്ടുണ്ടെന്ന് ഏട്ടൻ പറഞ്ഞപ്പോൾ സുധ പറഞ്ഞു. എല്ലാം അറിയാം മോളെ, നമ്മുടെ തെറ്റല്ലല്ലോ, ദൈവത്തിൻ്റെ തീരുമാനമല്ലേ. നീ ഇങ്ങനെ തനിച്ച് എത്ര കാലം ഇങ്ങനെ? ദൈവത്തിൻ്റെ തീരുമാനം ഇതാകും. ഇനി എന്നെ നിർബന്ധിച്ചാൽ ഞാൻ വീട്ടിലേക്ക് വരുന്നത് കൂടി ഇല്ലാതെയാകും. അനിയത്തിയുടെ വാശി അറിയാവുന്നതുകൊണ്ട് പിന്നീട് അയാൾ അതിനെപ്പറ്റി സംസാരിക്കാറില്ല. എന്നാലും എല്ലാവരുടെ ഉള്ളിലും ആ വിഷമം വല്ലാത്ത നീറ്റിലുണ്ടാക്കുന്നുണ്ട്. ഏട്ടനോ? എന്നെ മക്കളെയും പഠിക്ക ഇറക്കി അമ്പലത്തിലേക്ക് പോയി. അവിടെ എന്തൊക്കെയോ പണികളുണ്ടത്രേ. നീ വന്നതറിഞ്ഞിട്ടില്ല. ഉത്സവം തലയിൽ കയറിയാൽ അതന്നെ അല്ലേ പതിവ്. കഴിഞ്ഞിട്ട് വരട്ടെ. കുട്ടികളെ രണ്ടും സൈഡിലേക്ക് ചേർത്ത് പിടിച്ച് സുധ പറഞ്ഞു. ഞാൻ പോയി ഡ്രസ്സ് മാറി വരാം. അമ്പലക്കുളത്തിലേക്ക് പോവാല്ലേ കുളിക്കാൻ? നീ വരുമ്പോഴേ ഉള്ളൂ അതൊക്കെ. അകത്തേക്ക് കയറുന്നതിനിടയിൽ തിരിഞ്ഞു നിന്ന് ലേഖ ചോദിച്ചു. സുധ ഗൗരിയുടെ മുഖത്തേക്ക് നോക്കി. അവളും പോകാമെന്ന് സമ്മതം കാണിച്ചു. സുധയും കുട്ടികളും കുളത്തിൽ കിടന്ന് മറിയുന്നത് നോക്കി ഗൗരി ചിരിച്ചു. ചെറുപ്പത്തിലെ അച്ഛൻ്റെ തറവാട്ടിൽ പോയി നിൽക്കുമ്പോൾ 1-2 പ്രാവശ്യം കുളത്തിൽ പോയിട്ടുണ്ട് എന്നതൊഴിച്ചാൽ അവൾക്കിതൊക്കെ പുതിയ അനുഭവങ്ങളാണ്. ഞങ്ങളുടെ നാട് ഇഷ്ടായോ? കുളി കഴിഞ്ഞ് തിരിച്ചു നടക്കുന്നതിനിടയിൽ ലേഖ ചോദിച്ചു. പിന്നെ ഇഷ്ടാവാതെ? അമ്പലത്തിൽ കയറി ദീപാരാധനയും കഴിഞ്ഞാണ് അവർ വീട്ടിലെത്തിയത്. ഉമ്മറത്ത് വിളക്ക് വെച്ച് അമ്മ നാമം ജപിച്ചു കൊണ്ടിരിക്കുന്നു. അവരെ കണ്ടവർ നാമജപം മതിയാക്കി എഴുന്നേറ്റു. ഈ കുട്ടിയെ കുളത്തിൽ കൊണ്ടുപോയി തല നനയ്ക്കണമായിരുന്നോ സുധേ? പരിചയമില്ലാത്ത വെള്ള നീരിറങ്ങും. ഗൗരിയുടെ തല ഒന്നുകൂടെ തോർത്തിക്കൊടുത്ത് അമ്മ പറഞ്ഞപ്പോൾ സുധ ഗൗരിയെ നോക്കി കണ്ണടച്ച് കാണിച്ചു. നീ എപ്പോ എത്തി? അമ്പലത്തിൽ നിങ്ങൾ വന്നത് കണ്ടു. അപ്പോൾ പോന്നതാ ഞാൻ. ബൈക്കിൽ നിന്ന് ഇറങ്ങുന്നതിനിടയിൽ ചേട്ടൻ ചോദിച്ചു. 4 മണിക്ക് എത്തിയേട്ടാ. ഉച്ചയ്ക്ക് എത്തേണ്ടതാ, ട്രെയിൻ ലേറ്റായി. നാളെ പോണോ നിനക്ക്? വേണ്ട, ഒരു ദിവസം കൂടി ലീവ് എടുത്തിട്ടുണ്ട്. അത് കേട്ടപ്പോൾ അയാളുടെ മുഖം വിടർന്നു. സാധാരണ ഞായറാഴ്ച ഉച്ചയ്ക്ക് തിരിക്കും അവൾ. ഗൗരിയോടും അയാൾ വിശേഷങ്ങൾ തിരക്കി. ഉച്ചയ്ക്കിറങ്ങിയതല്ലേ ശാന്ത, പോയി കുളിച്ചു വാ, വല്ലതും കഴിക്കാം. ഉമ്മറത്ത് തന്നെ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്ന അയാളോട് അമ്മ പറഞ്ഞു. ഞാൻ വരാൻ വൈകും. വാതിലടച്ചു കിടന്നു. ഭക്ഷണവും കഴിഞ്ഞ് അമ്പല പരിസരത്തേക്ക് ഇറങ്ങാൻ നേരം അയാൾ പറഞ്ഞു. ഗൗരിയും സുധയും കൂടി മേലെ സുധയുടെ മുറിയിൽ കിടന്നു. ജനലുകൾ തുറന്നിട്ടാൽ മരത്തിൻ്റെ അഴികൾക്കിടയിലൂടെ മേലെ പൂർണ്ണചന്ദ്രനെ കാണാം. ഈ വേനലിലും ഫാനില്ലെങ്കിൽ പോലും അവിടെ സുഖമായി ഉറങ്ങാമെന്ന് ഗൗരി മനസ്സിലോർത്തു. യാത്രയുടെ ക്ഷീണവും അമ്മ നിർബന്ധിച്ച് ഒരുപാട് ഭക്ഷണം കഴിപ്പിച്ചതുകൊണ്ടും രണ്ടുപേരും പെട്ടെന്നുറങ്ങി. എന്നെ വിളിക്കാതെ എന്തേ? കാലത്ത് കണ്ണു തുറന്നപ്പോൾ കുളിച്ച് തനി നാടൻ ലുക്കിൽ മുണ്ടം നേരിയതു ഇട്ട് നിൽക്കുന്ന സുധയെ കണ്ട ഗൗരി ചോദിച്ചു. നീ നല്ല ഉറക്കായിരുന്നു, വിളിക്കാൻ തോന്നിയില്ല. പോയി കുളിച്ചു വാ, താഴെ ബാത്റൂമുണ്ട്. എന്നിട്ട് അമ്പലത്തിൽ പോകാം. അവിടെ പറനിറക്കലുണ്ട്. അവൾക്ക് തോർത്തെടുത്ത് കൊടുത്ത് സുധ പറഞ്ഞു. അമ്മ വരണില്ലേ? കുളിച്ച് കയ്യിൽ കരുതിയിരുന്ന ഒരു പാവാടയും ടോപ്പും എടുത്തിട്ട് ലേഖയ്ക്കും ഗൗരിക്കും കുട്ടികൾക്കും ഒപ്പം ഇറങ്ങാൻ തുടങ്ങിയ ഗൗരി ചോദിച്ചു. ഇപ്പോൾ നിങ്ങൾ പോയി വാ, എന്നിട്ട് കാപ്പി കുടിച്ച് നമുക്ക് ഒരുമിച്ച് പോകാം. അപ്പോഴേക്ക് ഞാൻ അടുക്കള ഒന്ന് ഒതുക്കട്ടെ. കറിക്ക് അരിയുന്നതിനിടയിൽ അമ്മ പറഞ്ഞു. അവർ പോയി പറന്നിറച്ച് തൊഴുതു വന്നു. കാപ്പിയും കുടിച്ച് ബാക്കി പണികൾക്ക് അമ്മയുടെ കൂടെ കൂടി. ഗൗരി ചെയ്യാൻ നോക്കിയപ്പോൾ ലേഖയും സുധയും സമ്മതിച്ചില്ല. അതുകൊണ്ട് അവൾ കുട്ടികൾക്കൊപ്പം കൂടി. ഉച്ചയ്ക്ക് മേളവും വൈകുന്നേരത്തെ കാവടിയും സന്ധ്യയ്ക്ക് വെടിക്കെട്ടും പുലർച്ചെ വരെ നീണ്ട പഞ്ചവാദ്യവും ഗൗരി അവർക്കൊപ്പം ആസ്വദിച്ചു. നാളെ എൻ്റെ വീട്ടിൽ പോകാട്ടോ. തിരിച്ചു നടക്കുമ്പോൾ ലേഖ പറഞ്ഞു. ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു. വാസുമാമൻ കണ്ടപ്പോൾ ചോദിച്ചു, ഇപ്രാവശ്യം വന്നിട്ട് അങ്ങടേക്ക് എന്താ ഇറങ്ങാത്തതെന്ന്. കാലത്തെണീറ്റപ്പോൾ കരുതിയതാ, പിന്നെ ഓരോന്ന് ചെയ്ത് നേരം കിട്ടിയില്ല, സുധ പറഞ്ഞു. ലേഖയുടെ അമ്മയുടെ ആങ്ങളെയാണ് വാസു. അമ്മയും മാമനും തനിച്ചാണ് ആ വീട്ടിൽ. അമ്മ പുറത്തേക്ക് ഇറങ്ങാറില്ല. നാളെ നീ ചോദിച്ചതിനുള്ള ഉത്തരം ഞാൻ തരാം. കിടക്കാൻ നേരം ഒരു പുഞ്ചിരിയോടെ ഗൗരിയുടെ മുഖത്ത് നോക്കാതെ സുധ പറഞ്ഞു. ഉറക്കം കണ്ണുകളെ പുണരാൻ തുടങ്ങിയതുകൊണ്ട് അതേപ്പറ്റി അവൾ വേറെ ഒന്നും ചോദിച്ചില്ല. പിറ്റേന്നുണർന്ന് കുളിച്ച് കാപ്പിയും കുടിച്ച് ലേഖയും മക്കളും സുധയും ഗൗരിയും കൂടി ലേഖയുടെ വീട്ടിലേക്ക് നടന്നു. കഷ്ടിച്ച് ഓട്ടോ മാത്രം പോകുന്ന ചെറിയ വഴി. ചില വീടുകൾ പുതിയ രീതിയിൽ പണിതിട്ടുണ്ടെങ്കിലും പഴയ വീടുകളാണ് കൂടുതലും. 5-10 മിനിറ്റ് നടന്നപ്പോൾ സുധയുടെ വീടിന് സമാനമായ ഒരു വീടിന് മുന്നിലേക്ക് അവരെത്തി. ഉമ്മറത്ത് പടിക്കെട്ടിൽ അവരെ കാത്തുന്ന മട്ടിൽ ലേഖയുടെ അമ്മ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ കരുതി ഈ ആഴ്ച വരാതെ പോകുന്നു. സുധയുടെ മുടിയിൽ തഴുകി ഗൗരിയെ നോക്കി ചിരിച്ചാണവർ അത് പറഞ്ഞത്. ഞാനങ്ങനെ ചെയ്യോ? അവരുടെ കവിളിൽ നുള്ളി സുധ പറഞ്ഞു.
അകത്ത് കയറി അവർ കൊടുത്ത നാരങ്ങാവെള്ളവും കുടിച്ച് ഗൗരിയെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സുധ. അന്ന് അവർക്ക് ഉച്ചഭക്ഷണം ലേഖയുടെ വീട്ടിലായിരുന്നു. ലേഖ അമ്മയ്ക്കൊപ്പം അടുക്കളയിൽ കയറി. "ഇവിടുണ്ട് നിനക്കുള്ള ഉത്തരം." മരത്തിന്റെ കോണിപ്പടികൾ കയറി അടഞ്ഞു കിടക്കുന്ന ഒരു മുറി ചൂണ്ടി സുധ പറഞ്ഞു. ഗൗരി മനസ്സിലാവാത്ത മട്ടിൽ അവളെ നോക്കി നിന്നു. സുധ അവളെ കടന്ന് ആ മുറിയുടെ വാതിൽ തുറന്ന് അകത്ത് കയറി. അവൾക്ക് പിന്നാലെ ഗൗരിയും. ചിട്ടയായി എല്ലാം ഒതുക്കി വെച്ചിരിക്കുന്ന ഭംഗിയുള്ള ഒരു മുറി. പഴയ കട്ടിൽ, കിടക്ക മടക്കി വെച്ചിരിക്കുന്ന കണ്ടാലറിയാം അവിടെ ആരും കിടക്കാറില്ലെന്ന്. ജനലിനോട് ചേർന്ന ഷെൽഫിൽ എം ഡിയുടെയും മാധവിക്കുട്ടിയുടെയും ബഷീറിൻ്റെയും എം മുകുന്ദൻ്റെയും പുസ്തകങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്. മേശമേൽ ഏകദേശം 30 താഴെ പ്രായം തോന്നിക്കുന്ന ഒരാളുടെ ഫോട്ടോ വലുതാക്കി വെച്ചിട്ടുണ്ട്. ദേ ഇവിടാണ് ഈ സുധ ജീവിക്കാൻ കൊതിച്ചത്. ഒന്നും മനസ്സിലാവാതെ ചുറ്റും നോക്കിക്കൊണ്ടിരുന്ന ഗൗരിയോട് അത് പറയുമ്പോൾ സുധയുടെ ശബ്ദം വിറച്ചിരുന്നു. "ഇത് ആരാ?" ആ ഫോട്ടോ നോക്കി അവളത് ചോദിക്കുമ്പോൾ സുധ കണ്ണെടുക്കാതെ ആ ഫോട്ടോ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. "എൻ്റെ മാഷ്, ലേഖയുടെ ചേട്ടൻ. ചെറുപ്പത്തിലെ തീരുമാനിച്ചതാ ഞാൻ മാഷിൻ്റെ ആണെന്ന്. വീട്ടുകാർക്കും എതിർപ്പില്ലായിരുന്നു. എൻ്റെ അച്ഛനും ലേഖയുടെ അച്ഛനും ഭയങ്കര കൂട്ടുകാരായിരുന്നു. അവർ പണ്ടേ തീരുമാനിച്ചതാ, ലേഖയെ അങ്ങോട്ടും എന്നെ ഇങ്ങോട്ടും. പക്ഷേ..." കണ്ണുകൾ നിറയാൻ തുടങ്ങി സുധയ്ക്ക്. ഗൗരിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയിരുന്നു. "ഇവിടെ ഹൈസ്കൂളിൽ മാഷായിരുന്നു. കുട്ടികളെ കൊണ്ട് ടൂറ് പോയതാ. വണ്ടി പറഞ്ഞു. കല്യാണം തീരുമാനിച്ച് നിശ്ചയവും കഴിഞ്ഞതാ. കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് എന്നെ തനിച്ചാക്കിപ്പോയി. പോയെന്ന് ഞാൻ വിശ്വസിക്കണില്ല. ഇവിടൊക്കെ ഉണ്ട്. പണ്ടേ അങ്ങനെയാ. എന്നെ പറ്റിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവസാനം എൻ്റെ കണ്ണ് നിറയുമ്പോഴാണ് പറ്റിക്കൽ നിർത്തുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് എന്നെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. വരും ഒരിക്കൽ എന്നെ കൊണ്ടുപോകാൻ. അന്ന് വരെ ഞാൻ കാത്തിരിക്കും. താലി കെട്ടിയില്ലാന്നേ ഉള്ളൂ. ഓർമ്മ വെച്ച കാലം മുതൽക്കേ അങ്ങനെ മനസ്സിൽ കണ്ട ഒരാളെ മറന്ന് വേറൊരാളെ എങ്ങനെ ഗൗരി ഞാൻ? അത് ഇതൊന്നും അറിയാതെ വരുന്ന ആളെ ചതിക്കണതിന് തുല്യല്ലേ? അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു. ഇങ്ങനെ പോണേനും ഒരു സുഖമുണ്ട്. അത്രയും ഓർമ്മകൾ എനിക്ക് തന്നിട്ടാ പോയി. എൻ്റെ മനസ്സിൽ ജീവനോടെ ഉണ്ട് ഇപ്പോഴും." സുധ നടന്നുപോയി ആ ഫോട്ടോ എടുത്ത് നെഞ്ചോട് ചേർത്തു. ഇങ്ങനെ ഒരു രീതിയിൽ സുധയെ ആദ്യമായാണ് ഗൗരി കാണുന്നത്. എപ്പോഴും കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞ് നടക്കുന്ന ആ മനസ്സിൽ ഇത്രയും വലിയ കടൽ ഇരമ്പുന്നത് ആർക്കും മനസ്സിലാവില്ല. ഒന്നും പറയാനില്ലാതെ ഗൗരി സുധയെ പോയി കെട്ടിപ്പിടിച്ചു. "നീ അങ്ങോട്ട് പൊക്കോ. ഞാൻ ഇവിടെ ഒന്ന് തനിച്ചിരിക്കട്ടെ. എല്ലാ ആഴ്ചയും അതാ പതിവ്. അല്ലേ മനസ്സിനൊരു സുഖം കിട്ടില്ല." ഗൗരിയിൽ നിന്നും അകന്നു മാറി സുധ പറഞ്ഞു. വാക്കുകളൊന്നും കിട്ടാത്തതിനാൽ ഗൗരി അവിടെ നിന്ന് പുറത്തിറങ്ങി. പടികളിറങ്ങി താഴെ വന്നപ്പോൾ ലേഖ അവിടെ നിറഞ്ഞ കണ്ണുകളുമായി നിൽപ്പുണ്ടായിരുന്നു. "ഇവിടെ എൻ്റെ കണ്ണേട്ടൻ്റെ പെണ്ണായിട്ട് ജീവിക്കേണ്ടതാ. ഞങ്ങൾക്കതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ചേട്ടൻ പോയതിനു ശേഷം ഞങ്ങൾ കുറേ പറഞ്ഞതാ വേറെ ഒരു ജീവിതം നോക്കാൻ. നമ്മളോട് അവൾ തിരിച്ചു ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ഉണ്ടാകില്ല. അവൾ സമ്മതിക്കില്ലെന്ന് ഉറപ്പായപ്പോൾ നിർത്തി. ഒന്നോർത്താൽ അത്രയും സ്നേഹിച്ചതവർ. സ്നേഹിക്കാൻ പറ്റില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് പോയിട്ട് ആ ആളുടെ ജീവിതം നശിപ്പിക്കുന്നത് എന്തിനാന്നൊക്കെ അവൾ പറയുമ്പോൾ നമ്മൾ എന്താ പറയുക ഗൗരി?" ഒരു ദീർഘനിശ്വാസത്തോടെ ലേഖ അത് പറഞ്ഞു നിർത്തുമ്പോൾ ലേഖയുടെ അമ്മ നേരിയതിൻ്റെ തുമ്പുകൊണ്ട് കണ്ണു തുടയ്ക്കുന്നുണ്ടായിരുന്നു. "ഞാൻ കരുതി ആരും അകത്തില്ലെന്ന്. എന്താ ആരും മിണ്ടാതെ ഇരിക്കണേ? കഴിക്കാറായോ ലേഖ? ഞങ്ങൾക്ക് 3 മണിക്ക് ഇറങ്ങണം. എന്നാലേ അവിടെ പാതിരായ്ക്കെങ്കിലും എത്തൂ." പടി ഇറങ്ങിക്കൊണ്ട് പരസ്പരം മിണ്ടാതെ ഇരിക്കുന്നവർക്കിടയിലേക്ക് സുധ ചെന്നിരുന്നു. കുറച്ചു നേരത്തെ കണ്ട സുധയെ അല്ല ഇപ്പോൾ താഴെ വന്ന് സംസാരിക്കുന്നതെന്ന് ഗൗരിക്ക് തോന്നി. എല്ലാവർക്കും അറിയുന്ന സദാ ചിരിയോടെ സംസാരിക്കുന്ന സുധേജി. ചേച്ചിയോട് സംസാരിച്ചാൽ വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണെന്ന് ഗൗരിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇത് വല്ലാത്തൊരു നഷ്ടം ഉള്ളിൽ പേറിയാണ് നടക്കുന്നത് എന്ന് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ലല്ലോ. ഏറ്റവും കൂടുതൽ ചിരിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ദുഃഖം ഉള്ളിൽ കൊണ്ടു നടക്കുന്നത് എന്ന് എത്ര ശരിയാണ്. "എന്താടി പെണ്ണെ നോക്കുന്നേ? പോവണ്ടേ?" ഗൗരി ഇമച്ചിമാതെ നോക്കുന്നത് കണ്ട് സുധ അവളുടെ തലക്കെട്ടൊന്ന് കൊടുത്തു. പതിയെ എല്ലാവരും സാധാരണ അവസ്ഥയിലേക്ക് വന്നു. അവിടുന്ന് ഭക്ഷണവും കഴിച്ച് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഗൗരിയുടെ മനസ്സ് ഒരു പഴയ പ്രണയകാലത്തിൻ്റെ നിറം മങ്ങിയ ചിത്രങ്ങളെ ക്യാൻവാസിൽ പകർത്തുകയായിരുന്നു. അവൾ മനസ്സിൽ കാണുകയായിരുന്നു അവരുടെ ആ പ്രണയകാലം. മരണം കൊണ്ടുപോലും വേർപെടാത്ത പ്രണയം. ഒപ്പം സുധയിലെ പ്രണയിനിയോട് വല്ലാത്തൊരു ബഹുമാനവും. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.